100% വിജയം തുടരുന്ന മലപ്പുറം കോട്ടക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയ തുടർച്ചയ്ക്ക് പിൻഗാമികളാകണമെന്ന് വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ച് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA സ്കൂളിന് പുതുതായി അനുവദിച്ച +1 കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ബാച്ചുകളുടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. സംസ്ഥാനത്തെ 13 ബാച്ചുകളുള്ള ഏറ്റവും വലിയ ഗവൺമെന്റ് സ്കൂളായ കോട്ടക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വികസനത്തിനായി അർഹമായ മുൻഗണന നൽകുമെന്നും KK ആബിദ് ഹുസൈൻ തങ്ങൾ MLA പറഞ്ഞു. ഹയർ സെക്കൻഡറിയിൽ ചേരാനുള്ള കുട്ടികളുടെ കണക്ക് ജില്ലയിലെടുത്താൽ 2000-ലധികം കുട്ടികൾ ഇനിയും +1 ചേരാൻ ഈ ജില്ലയിൽ തയ്യാറാക്കണമെന്ന് യാതൊരു സംശയമില്ല. കാരണം ITIയിലും പ്രൈവറ്റ് സെക്ടറിലും അണയിലും അതുപോലെ തന്നെ സ്വകാര്യ സ്ഥാപനങ്ങളിലും മറ്റ് മേഖലകളിലും പഠിക്കാതെയുമൊക്കെയായി പോകുന്ന ആയിരക്കണക്കിന് കുട്ടികൾ ഈ മലപ്പുറം ജില്ലയിൽ ഇപ്പോഴും ഉണ്ട് എന്നത് മലപ്പുറത്തുകാരനായ ആളുകൾക്ക് ബോധ്യമുണ്ടാകുമെന്ന് ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷ ഡോക്ടർ K ഹനീഷ അധ്യക്ഷത വഹിച്ചു. സ്കൂളിന്റെ സമ്പൂർണ്ണ വികസനത്തിന് ആവശ്യമായ തുടർ നടപടികൾ വേഗത്തിലാക്കുന്നതിനുള്ള നിവേദനം പ്രിൻസിപ്പൽ PR സുജാത MLAക്ക് സമർപ്പിച്ചു. ചടങ്ങിൽ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ M അനിലാണ് പദ്ധതി വിശദീകരിച്ചത്. ജനപ്രതിനിധികളായ പാറോളി റംല, സൻല പ്രവീൺ, സരള, ഹസീന അഹമ്മദ്, നഗരസഭാ സെക്രട്ടറി സന്തോഷ്, അധ്യാപകരായ പ്രേംബാസ്, മുജീബ് റഹ്മാൻ, ജയദേവി, സത്യഭാമ, പ്രധാനാധ്യാപകൻ MB രാജൻ തുടങ്ങിയവരും സംസാരിച്ചു. +1 കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ബാച്ചുകളുടെ ഉദ്ഘാടനമാണ് MLA നിർവഹിച്ചത്. മലബാർ ടൈംസ്, കോട്ടക്കൽ.